പോറ്റിയെ കയറ്റി പാലടിയിൽ സർക്കാർ പിന്നോട്ടേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി കൂടുതൽ കേസ് എടുക്കേണ്ടെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ നിലവിൽ എടുത്ത കേസ് പിൻവലിക്കണമോ എന്ന് പിന്നീട് തീരുമാനിക്കും. നിലവിൽ 90 പ്രൊഫൈലുകൾ സ്വയം പാട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വിവാദ പാലടി ഗാനം പ്രചരിപ്പിച്ച കൂടുതൽ പേർക്കെതിരെ കേസ് എടുക്കേണ്ടെന്ന നിർദ്ദേശം വരികയാണ്. പാലടി ഗാനത്തിലെ നടപടികൾ മെല്ലെ ആക്കിയിട്ടുണ്ട് പോലീസ്. അതിൽ പരാതിക്കാരൻ മൊഴി നൽകിയാൽ മാത്രം തുടർ നടപടി എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് പോലീസിന് പിന്നാക്കം പോകേണ്ടി വന്നു എന്ന ചോദ്യം. ഇത് നേരത്തെ ആകാമായിരുന്നില്ലേ? ഇങ്ങനെ ആയിരുന്നു സംഭവിക്കുക എങ്കിൽ അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു തുടങ്ങിയ ചോദ്യങ്ങൾ പ്രസക്തമാണ്. അഭിലാഷ് മോഹനൻ തുടരുന്നുണ്ട്. അഭിലാഷ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മലക്കം മറിച്ചിൽ അല്ലെങ്കിൽ യു ടേൺ വേണ്ടി വരുന്നത്? കാരണം ഇത് സ്റ്റാൻഡ് ചെയ്യില്ല കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. കാരണം ഇതിന്റെ കുറ്റപത്രമടക്കം ഈ കേസ് ഈ FIR തന്നെ റദ്ദാക്കാൻ വേണ്ടിയുള്ള ഒരു മൂവ്മെന്റിലേക്ക് പോകും എന്ന് ഈ പ്രതികരിക്കപ്പെട്ട ആളുകളടക്കം പറഞ്ഞിരുന്നു. അപ്പോൾ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ 2 അഭിപ്രായം ഉണ്ടായിരുന്നു. തിടുക്കപ്പെട്ടതുകൊണ്ട് പറ്റിയ ഒരു അമളി ഇക്കാര്യത്തിൽ സംഭവിച്ചോ? അല്ല, ഇത് വൈകി വന്ന വിവേകമാണ്. എന്തുകൊണ്ട് ഇപ്പോൾ യു ടേൺ എന്ന് ചോദിച്ചാൽ കടുത്ത അവമതിപ്പ് സമൂഹത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ യു ടേൺ. അതിൽ യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷ വിശ്വാസികളടക്കം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ആളുകളടക്കം ഈ പാട്ടിനെതിരെ കേസെടുത്തതിനെ അങ്ങേയറ്റം പരിഹാസത്തോടെയാണ് നോക്കിക്കണ്ടത്. അത് എന്താ പറയുക, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു തരത്തിലും സ്റ്റാൻഡ് ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു. അത് കടുത്ത അവമതിപ്പ് സമൂഹത്തിൽ ജനറേറ്റ് ചെയ്തു എന്ന ബോധ്യത്തിലാണ് ഇപ്പോൾ ഈ നടപടിയിൽ നിന്ന് പിൻവാങ്ങുന്നത്. പക്ഷേ ഡാമേജ് ഈസ് ഡൺ. അതിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ ഡാമേജും വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു യു ടേണിലേക്ക് എത്തുന്നത്. പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നേരത്തെ പ്രതീക്ഷ ചോദിച്ചുള്ളൂ, ഈ കേസ് നിലനിൽക്കില്ല എന്ന തിരിച്ചറിവ് ഇപ്പോഴാണോ വന്നതെന്ന്. അങ്ങനെയല്ല, ഈ കേസ് നിലനിൽക്കില്ല എന്ന തിരിച്ചറിവ് നേരത്തെ ഉണ്ടായിരുന്നു. ഭാരത് ന്യായ സംഹിത 299 അനുസരിച്ചുള്ള കേസ് ഈ കാര്യത്തിൽ നിലനിൽക്കില്ല എന്ന് എല്ലാ നിയമവിദഗ്ധരും എന്നല്ല നിയമത്തിന്റെ പ്രാഥമിക പാഠം അറിയുന്ന ആളുകൾ പോലും അന്ന് ചൂണ്ടിക്കാണിച്ചാണ്. കാരണം ഇതിൽ ഏതെങ്കിലും തരത്തിൽ റൈവൽറി ഉണ്ടാക്കുന്ന, 2 സമൂഹങ്ങൾ തമ്മിലടുപ്പിക്കുന്ന, മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന യാതൊന്നും ഈ പാട്ടിന്റെ ടെക്സ്റ്റിലില്ല. എന്തിനാണ് ഈ പാർട്ടി ഇതിൽ തൂങ്ങിപ്പിടിച്ചത്? ഇങ്ങനെ തൂങ്ങിപ്പിടിക്കുക നമുക്കറിയാമല്ലോ, ഇത് നിൽക്കത്തില്ല. അതുമാത്രമല്ല, ഇത് എതിർപ്പായി ഭാവിയിൽ സംഭവിച്ചേക്കാം, ഇത് ബൂമറാങ് ആവും എന്നൊക്കെ ബോധ്യമുള്ള ആൾ അതിൽ തൂങ്ങിപ്പിടിച്ച് എന്തിനാണ്? LDF കൺവീനർ അന്ന് മൈക്ക് വെച്ചപ്പോൾ പറയാമായിരുന്നു, സന്നിഗ്ധമായി പറയാമായിരുന്നു, രാജു എബ്രഹാമിന് പറയാമായിരുന്നു, ആ അർദ്ധസംഖ്യക്കിടയില്ല. അതെന്തുകൊണ്ട് സംഭവിച്ചില്ല? ഈ പാട്ട് കേട്ടിട്ട് സഹിച്ചിട്ടില്ല, അതാണ് പ്രശ്നം. അടിസ്ഥാനപരമായി ആ പൊള്ളലിൽ നിന്നുള്ള കേസാണ് ഇതിൽ കാണേണ്ട ഒരു കാര്യം. ഈ പരാതി വന്ന സമയത്ത് ഈ പരാതി എങ്ങനെ വന്നു? പരാതി കൊടുപ്പിച്ചതാണ്, അല്ലാതെ ഒരു സ്വാഭാവിക പരാതിയല്ല. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയിൽ തന്നെ എല്ലാവരും അതിനോട് യോജിക്കുന്നില്ല. അതിലെ ഒരു വ്യക്തി കൊടുത്ത പരാതിയാണ്. ആ പരാതി എന്ന് പറയുന്നത് കേസ് എടുപ്പിക്കാനായി കൊടുപ്പിച്ച പരാതിയാണെന്നുള്ള ഒന്നാമത്തെ പ്രശ്നം. പോലീസിന് മുമ്പിൽ ഈ പരാതി വന്നപ്പോൾ പോലീസിന്റെ നിലപാട് പറ്റില്ല, ഇതിൽ കേസ് എടുത്താൽ നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു. കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് പോലീസിന് FIR രജിസ്റ്റർ ചെയ്യേണ്ടി വന്നത്. അല്ലാതെ സ്വാഭാവികമായി ഒറ്റനോട്ടത്തിൽ പോലീസിന്റെ ആ വിഷയത്തിലെ നിലപാടെന്ന് പറയുന്നത് ഇതിൽ കേസ് എടുത്താൽ ഇതുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. പോലീസിന് സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് കേസ് എടുക്കേണ്ടി വന്നത്. അപ്പോൾ പരാതി കൊടുത്തതല്ല കൊടുപ്പിച്ചതാണ്, കേസ് എടുത്തതല്ല എടുപ്പിച്ചതാണ്. അങ്ങനെ പരാതി കൊടുപ്പിച്ച് കേസ് എടുപ്പിച്ച് വെള്ളത്തിലായപ്പോൾ ഇപ്പോൾ പിന്മാറുകയാണ്, 2 കാലും പിറകോട്ട് വലിച്ചിരിക്കുകയാണ്. പക്ഷേ വലിയ പരുക്ക് സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കേരളം പോലത്തെ ഒരു സമൂഹത്തിൽ ഒരു പാട്ടിനെതിരെ കേസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ജനം എത്ര പരിഹാസത്തോടു കൂടിയാവും അതിനെ കാണുന്നത്. ഈ കാള പെറ്റു എന്ന് കേട്ട് ഓടിപ്പോയി കയറെടുക്കുന്ന രീതിയിലുള്ളതായിപ്പോയി. ഇതൊരു CPM-നെ സംബന്ധിച്ചുള്ള ഇരുത്തി ചിന്തിക്കേണ്ട ഇത്തരം സമാനമായ സംഭവങ്ങളിൽ ഒന്നുകൂടി ചവിട്ടി പിടിച്ച് ചിന്തിക്കേണ്ടതായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഇത് അതിവൈകാരികമായി ഇത്തരം വിഷയങ്ങളോട് പ്രതികരിക്കുക, ഏകാധിപത്യ പ്രവണത കാണിക്കുക, ഇതൊന്നും സമൂഹം അംഗീകരിക്കുന്ന കാര്യമല്ല. ഇവിടെ ആ FIR വായിക്കുമ്പോൾ തന്നെ ആ FIR വളരെ ഷോക്കിംഗ് ആണ്. അത് ഒരു കീഴ്വഴക്കമാകാൻ പാടില്ലാത്തതുമാണ്. ഹിന്ദു മതവിശ്വാസിയുടെ വികാരത്തെ വ്രണപ്പെടുത്തി നോക്കൂ. അതിൽ FIR-ൽ പ്രതി ചേർത്തിരിക്കുന്ന 4 പേരും ഇതര മതവിശ്വാസികളുമാണ്. രാഷ്ട്രീയമായ ഉദ്ദേശത്തിൽ എഴുതിയ ഒരു പാരഡി ഗാനം, രാഷ്ട്രീയമായ ഉദ്ദേശത്തിൽ എത്രയോ പാരഡി ഗാനങ്ങൾ എഴുതപ്പെടുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്, എല്ലാവരും എഴുതുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായ ഉദ്ദേശത്തിൽ എഴുതിയ ഒരു പാരഡി ഗാനം, അത് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ഒരു എലിമെന്റും അതിൽ ഇല്ലാതിരുന്നിട്ടും അങ്ങനെ വരുത്തി തീർത്ത് കേസെടുക്കുക. ഹിന്ദു ഐക്യവേദി കാണാത്ത ഒരു പരിക്കും വിശ്വാസഹത്യ കാണാത്തിടത്ത് CPM-ന് എന്തിനു മുതിരുന്നു എന്ന ചോദ്യം കഴിഞ്ഞ ഉച്ച മുതൽ ചോദിക്കുകയാണ്. അതെ, ആ കേസ് തന്നെ ഒരു സാമുദായിക ധ്രുവീകരണത്തിനോ കമ്മ്യൂണൽ പോളറൈസേഷനോ ഇടയാക്കാമെന്നിരിക്കെ ഒട്ടും ആലോചനയില്ലാതെ, അവധാനതയില്ലാതെ, അപക്വമായി വൈകാരികമായിട്ട് കേസാണ്. അത് നിയമത്തിന് മുമ്പിൽ നിലനിൽക്കില്ല എന്നുള്ള ഒന്നാമത്തെ വിഷയം. നിയമത്തിന് മുമ്പിൽ ഒരു കാരണവശാലും നിലനിൽക്കില്ല. അത് അന്ന് തന്നെ അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. MR അഭിലാഷിനെ പോലെയുള്ള സുപ്രീം കോടതി അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. ഇതിൽ 299 നിലനിൽക്കില്ല, വൃഥാവിലാവും ഈ കേസ് പൊളിഞ്ഞു
പോകുന്ന നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിച്ചാണ്. അപ്പോൾ അതിനപ്പുറത്ത് ഒരു തരത്തിലൊരു ഇൻറ്റിമിഡേഷനാണ് ഉദ്ദേശിച്ചത്. ഈ മെറ്റയ്ക്ക് പോലീസ് അല്ല കേട്ടോ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പേടി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിന്റെ ക്രിയേറ്റേഴ്സും ഇത് പ്രചരിപ്പിച്ചവരൊക്കെ കുറേ ആളുകൾ ഇത് സ്വമേധയാ റിമൂവ് ചെയ്തു. പക്ഷേ നോക്ക്, ഈ പാട്ട് ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും മൂളിക്കൊണ്ട് നടക്കുന്ന പാട്ടല്ല. ഈ പാട്ടിനെ അങ്ങനെ മെറ്റയിൽ നിന്ന് ഇതിന്റെ ഒറിജിനൽ ക്രിയേറ്റേഴ്സ് റിമൂവ് ചെയ്തതുകൊണ്ട് ഈ പാട്ടില്ലാതാവും. ഈ പാട്ടിന്റെ പ്രകടനശേഷി കൂടുകയാണ്. അതായത് നമ്മുടെ കാതുകളിൽ മുഴങ്ങിയ ഒരു ഇമ്പം ഹൃദയങ്ങളിൽ പതിച്ച വരികൾ അത് എടുത്തു കളയാൻ കഴിയില്ലല്ലോ. അതെ. അതുകൊണ്ട് ഈ പാട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പാട്ട് മുഴങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് മൊത്തത്തിൽ ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കി. ഒരു പാട്ടിന് പുറകെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് ഒരു പാട്ടിനോട് ഇത് വേണോ, ഒരു പാട്ടിന് നേരെ ഹാലിളകി അവസാനം വലിയ അബദ്ധത്തിൽ ചാടി എന്നുള്ളതാണ് ഇതിന്റെ ആത്യന്തികമായ ഫലം. തീർച്ചയായും അങ്ങനെ ഈ പാരഡി ശരിക്കും അങ്ങനെ പോലീസിനെ കോമഡിയാക്കി മാറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്ക് പറയാം. ഇത്തരം കേസുകളെ സമീപിക്കുമ്പോൾ അവധാനത എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് രാഷ്ട്രീയ പാർട്ടികളും കാണിക്കണം, ഒപ്പം ഈ പോലീസ് സംവിധാനങ്ങളും ഒക്കെ തന്നെ ഇതൊരു സന്ദേശമായി ഉൾക്കൊള്ളുകയും വേണം.